ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നാക്കിന്റെ റെസിപ്പി ആണ് കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം, ഡിന്നർ ആയിട്ടും ഒക്കെ കഴിക്കാം. കാരണം കൂടുതൽ എണ്ണ കാര്യങ്ങളൊന്നും ഇല്ലാതെ സ്റ്റീം ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ നൈറ്റാണ്. അധിക പേരും ട്രൈ ചെയ്യാൻ ചാൻസ് ഇല്ല. അതൊരു വെറൈറ്റി സ്നാക്കാണ് കേട്ടോ. വീട്ടിൽ നേന്ത്രപ്പഴം മുട്ടയുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് ട്രൈ ആക്കി നോക്കണേ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സ്നാക്കിലേക്ക് മെയിനായിട്ട് വേണ്ടുന്നത് നേന്ത്രപ്പഴമാണ്. അപ്പോൾ ഞാൻ ഇത് 2 നേന്ത്രപ്പഴം ഇതുപോലെ കട്ടാക്കിയിട്ട് സ്റ്റീമറിൽ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും എല്ലാവർക്കും അറിയുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതിരുന്നത്. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അടുത്തത് നമ്മുടെ പഴം ഇതുപോലെ ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒരു ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് ഉടച്ചു കൊടുക്കുക. ഒട്ടും തന്നെ കട്ടയൊന്നുമില്ലാതെ ഉടച്ചു കൊടുക്കുക കേട്ടോ. നമുക്കിത് കുഴച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നല്ല വെളുത്ത പഴം എടുക്കുമ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. അപ്പോൾ പഴം ഇതുപോലെ നന്നായിട്ട് അങ്ങ് ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് അരക്കപ്പ് അളവിൽ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുക. നമ്മൾ പത്തിരി ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ഏത് അരിപ്പൊടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ നെയ്യില്ലേ, നമ്മുടെ മിൽമയോ അങ്ങനത്തെ ആർക്കേജോ അങ്ങനത്തെ ഏതെങ്കിലും നല്ല ടേസ്റ്റ് ഫ്ലേവർ ഉള്ള നെയ്യ് നോക്കിയിട്ട് ചേർക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. നമുക്കിതൊരു ഡോ ആക്കി മാറ്റിയെടുക്കണം. നല്ലപോലെ കുഴച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ സോഫ്റ്റ് ഡോ ആക്കി മാറ്റിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ആദ്യം തന്നെ ഒന്ന് മിക്സ് ആക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് പാലൊഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഈ ഒരു രീതിക്ക് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് പശുവിൻ പാലാണ്. അതിന് കറക്റ്റ് ഒരു അളവൊന്നുമില്ല. നമുക്കിത് എത്രത്തോളം കുഴച്ചൊരു ഡോ ആയി മാറ്റിയെടുക്കാൻ വേണോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കുക കേട്ടോ. കൂടണ്ട, കാരണം കൂടിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ അരിപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കുക കേട്ടോ. നല്ലൊരു സോഫ്റ്റ് ഡോ ആക്കി മാറ്റിയെടുക്കുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് അരിപ്പൊടിയുടെ അളവിൽ വ്യത്യാസം വരാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ 1, 2, 3 എത്രത്തോളം അരിപ്പൊടി വേണം എക്സ്ട്രാ ചേർക്കുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല സോഫ്റ്റ്, ശരിക്കൊരു മാവായിട്ട് തന്നെ നമുക്കിത് കുഴച്ചെടുക്കും കേട്ടോ. അങ്ങനെ പഴമൊക്കെ ചേർത്തെന്ന് വെച്ചിട്ട് ആവാണ്ട് വെക്കും, അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട. അപ്പം നന്നായിട്ട് കുഴഞ്ഞ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എക്സ്ട്രാ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. കാരണം ഓരോ പഴത്തിൻ്റെ അളവിൽ വലുപ്പത്തിൽ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറയുന്ന ഈ അളവ് തമ്മിൽ വ്യത്യാസം വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കണ്ടില്ല, നല്ല സോഫ്റ്റ് ഡോ ആണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് ഈ ഒരു ബൗളിലേക്ക് വെച്ച് കൊടുത്ത് ഞാൻ ഇത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്കുള്ള ഫില്ലിങ് റെഡിയാകുന്ന സമയം വരെ ഇതവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മാവ് റെഡിയാക്കി വെക്കുക. അപ്പോൾ ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാനിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അടുത്ത് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ RKGO അങ്ങനത്തെ ഒരു എടുക്കുക കേട്ടോ. ഓയിലും വെളിച്ചെണ്ണ എടുക്കണ്ട, അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കട്ടെ. നല്ല ടേസ്റ്റ് ഒരു ഫില്ലിംഗ് കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്തുക. അതുപോലെ തന്നെ മുന്തിരി ഇല്ല, ഉണക്കമുന്തിരിയൊക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കളറാകുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇത്രയും മതി. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് അരക്കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുന്തിരി ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ തേങ്ങ ഇടുന്നതിന് മുന്നേ മുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടെ. ഏകദേശം 1 മിനിറ്റിൻ്റെ അടുത്ത് നേരം മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ടൈം കൂടുതൽ മിക്സ് ചെയ്യേണ്ടത്, കാരണം നമുക്ക് ഇതിലേക്ക് മുട്ടയും കൂടി ചേർക്കാനുള്ളതാണ്. ആ ഒരു പഞ്ചസാരയൊക്കെ കൂടി ഒന്ന് മിക്സ് ആക്കി കിട്ടിയാൽ മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം തേങ്ങയെല്ലാം കൂടി ഒന്ന് സൈഡിലേക്ക് മാറ്റി കൊടുക്കട്ടെ. മിഡിൽ ചെറിയൊരു ഗ്യാപ്പ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു അരക്കപ്പ് തേങ്ങയുടെ അളവിലേക്ക് 3 മുട്ടയാണ് കേട്ടോ കറക്റ്റ് അളവ് എന്ന് പറയുന്ന ആ ഒരു ബാലൻസ് ചെയ്യുന്ന ടേസ്റ്റ് കിട്ടും. രണ്ടും കൂടിയുള്ള നല്ല ടേസ്റ്റ് ആയിട്ട് ഈ ഒരു ഫില്ലിങ് ഇങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇനിയുള്ള സ്റ്റെപ്പൊക്കെ ചെയ്യട്ടെ. എന്നിട്ട് ഇതുപോലെ മിക്സ് ആക്കി കൊടുക്കുക. ഇതുപോലെ മിഡിൽ നന്നങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം തേങ്ങയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുക എന്താ ഒരു കുഴഞ്ഞ ടെക്സ്ചർ ഉണ്ടാവുക, അതൊന്നും ടെൻഷൻ ആവേണ്ട. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ ഇതുപോലെ ഇടയ്ക്കിടെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് നമ്മൾ മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കുമല്ലോ, നമ്മൾ വറവാക്കി എടുക്കുമല്ലോ, അതേ ടൈപ്പായിട്ട് കിട്ടും കേട്ടോ. കുഴപ്പമൊന്നുമില്ല. കാരണം ഈ ഒരു ടൈം എന്ന് പറയുന്നത് മുട്ട ആ ഒരു ഗമ്മൊക്കെ ഒന്ന് വേവുന്ന സമയം, പഞ്ചസാര ഒക്കെ കൂടി ഒന്ന് മെൽറ്റ് ആകുന്ന സമയം. അപ്പോൾ കുറച്ചൊരു കുഴഞ്ഞ പോലെ ഉണ്ടാകുക. കണ്ടില്ലേ, കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഈ ഒരു ടെക്സ്ചറിലായി വരും കേട്ടോ. കണ്ടില്ലേ, ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുക
ഒട്ടിപ്പിടിക്കാതെ വേറിട്ട് നിൽക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. ഇതുപോലെ ഇടയ്ക്കിടെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പം മധുരമൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്തണേ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ ഫില്ലിംഗ് അല്ലേ ചെയ്യാൻ വേണ്ടി, ഭയങ്കര ടേസ്റ്റ് ആയിട്ട്. ഈ ഒരു ഫില്ലിംഗ് വെറുതെ അറിയില്ല, എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കണേ. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഈ ഒരു രീതി തന്നെ ആയി കിട്ടണം കേട്ടോ. നമുക്ക് സ്പൂണിൽ നിന്ന് എടുക്കുന്ന സമയത്ത് കണ്ടില്ല, ഒന്നും തന്നെ ഒട്ടിപ്പിടിക്കാതെ ആ ഒരു ടെക്സ്ചർ ആവണം. ഇത്രയും മതി. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്നാക്ക് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ ഇതുപോലെ 2 പീസ് അളവിൽ വാഴയില ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏതിലാണോ സ്റ്റീം ചെയ്തെടുക്കാൻ പോകുന്ന പ്ലേറ്റ്, അതിൻ്റെ അളവിന് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റീൽ പ്ലേറ്റിലാണ് സ്റ്റീം ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മാവില്ലേ, അത് നേരെ ഈക്വൽ അളവിൽ 2 ബോൾസ് ആക്കി മാറ്റായിട്ട് നേരെ പകുതിയാക്കിയിട്ട്, കാരണം ഓരോ ഷീറ്റിലും ഓരോ ബോൾസ് പരത്തിയെടുക്കാനുള്ളതാണ്. അപ്പോൾ നല്ല കുറച്ചുകൂടി ഒന്നുകൂടി സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഡോ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പീസ് വാഴയിൽ ഇതുപോലെ ബോർഡിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഒരു ബോൾ ഉരുട്ടി വെച്ച് കൊടുക്കുക. നല്ല ഷേപ്പായിട്ടൊന്ന് ഉരുട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് പരത്തിയെടുക്കാനുള്ള എളുപ്പത്തിനാണ്. ഒന്നുകിൽ ഇതുപോലെ കൈകൊണ്ട് തന്നെ മൊത്തത്തിൽ പരത്തിയെടുക്കുക, നമ്മൾ ഇലയുടെ ഒക്കെ ചെയ്യുന്നില്ല അതേപോലെ വേണ്ടി ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ കുഴലുകൊണ്ട് പരത്തിയിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ ഒന്നുകൂടി എളുപ്പമാണ്. പിന്നെ എനിക്ക് ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗി കിട്ടും കേട്ടോ. ഇങ്ങനെ കുഴലോട് പരത്തുമ്പോൾ നല്ല ഭംഗിയിൽ കിട്ടിക്കോളും. കൈകൊണ്ട് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതിയിട്ട്, ഒന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നല്ലപോലെ പരത്തിയെടുക്കുക. എന്നിട്ട് സൈഡൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ കൈകൊണ്ട്. കാരണം പഴയതുകൊണ്ട് തന്നെ നമ്മൾ ചപ്പാത്തി ഒന്നും പരത്തുന്ന പോലെ അത്ര മുഞ്ചിൽ കിട്ടണമെന്നില്ലല്ലോ. അപ്പൊ നമ്മൾ കൈ കൊണ്ട് ഒന്നങ്ങ് ഭംഗിയാക്കി എടുക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. അപ്പൊ ഈ ഒരു വലുപ്പത്തിലാണ് ഒരെണ്ണം ഞാൻ പറയാം. നമ്മുടെ സ്റ്റീൽ പ്ലേറ്റിൽ വെക്കാൻ പറ്റുന്ന ആ ഒരു വലുപ്പവും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. അതിനുശേഷം നമ്മുടെ ഫില്ലിങ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പൊ ഫില്ലിങ് അത്യാവശ്യം നല്ലോണം തന്നെ വെക്കണം, കാരണം ഇത് വലിയ സൈസായിട്ട് നമ്മൾ ചെയ്തിട്ട് കട്ട് ചെയ്ത് കഴിക്കാനായിട്ട് ചെയ്യാം. അപ്പൊ എല്ലാ സൈഡിലും ഒരുപോലെ നമുക്ക് കഴിക്കാൻ കിട്ടണമെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ നന്നായിട്ട് തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അധികം സൈഡിലോട്ട് അടുപ്പിക്കേണ്ട, അതായത് അറ്റത്ത് നമുക്ക് ജോയിൻ ചെയ്യാനുള്ളതാണ് മറ്റേ പീസും വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ സൈഡിൽ ഓവറായിട്ട് അടുപ്പിക്കേണ്ട, മിഡിലൊക്കെ നന്നായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ ഫില്ലിങ്. അപ്പോൾ ഇതുപോലെ നിറയെ ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം അടുത്ത പീസ് വാഴയിലയിൽ നമ്മൾ വേറെ ഒരു ബോളില്ലേനോ അതും കൂടി നന്നായിട്ട് അങ്ങ് പരത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ അങ്ങ് കമഴ്ത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരേ വലുപ്പത്തിൽ പരത്തിയെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അവിടെ ഒട്ടിക്കിട്ടണം. സൈഡൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ, നല്ലപോലെ ജോയിൻ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളിത് സ്റ്റീം ചെയ്ത് കട്ട് ചെയ്യുന്ന സമയത്ത് ഫില്ലിങ് പുറമെ പോകാൻ പാടില്ല കേട്ടോ. നല്ല പോള കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റണം. ഇത്രയല്ല. അപ്പോൾ ഇത് ഞാൻ ഇല മാറ്റിയിട്ട് കാണിച്ചു തരാം. കണ്ടില്ല, നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും പരിപാടിയുള്ളൂ. ഭയങ്കര സിമ്പിൾ അല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. സൈഡൊക്കെ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സ്റ്റീൽ പ്ലേറ്റ് ഇല്ല, അതിലേക്ക് ഇല എടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മുകളിലത്തെ ഇല ഇതുപോലെ പൊത്തി വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിലും അതിലേക്ക് ഈ ഒരു പ്ലേറ്റ് പതുക്കെ എടുത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. ഇത്രയും പരിപാടിയുള്ളൂ. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റ്, ഒരു 15 മിനിറ്റ് മതിയിട്ട് വേവാനുള്ള സമയം എന്ന് പറയുന്നത്. കാരണം പഴമൊക്കെ ഓൾറെഡി വെന്ത്, നമ്മൾ അരിപ്പൊടിയൊക്കെ വേവാനുണ്ടല്ലോ, ആ ഒരു ടൈം മാത്രമേ വേണ്ടുള്ളൂ. ഇത്രയേ ഉള്ളൂ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എടുക്കാം കേട്ടോ. ഇപ്പം 15 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റീമർ ഇതുപോലെ പതുക്കെ തുറന്നിട്ട് ഇലയൊക്കെ മാറ്റുക. എന്ന സമയത്ത് കണ്ടില്ല, നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടാണ്, ശ്രദ്ധിക്കണം. സ്റ്റീം പ്ലേറ്റ് എടുത്ത് മാറ്റി വെക്കുമ്പോൾ ഇനിയിപ്പോൾ ഇതുപോലെ പ്ലേറ്റ് പതുക്കെ എടുത്ത് മാറ്റിയിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രമാണ് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നാം, കാരണം പഴയല്ലേ. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളല്ല. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ് കേട്ടോ. പുറമെ കട്ട് ചെയ്യുന്ന സമയത്ത് ഉള്ളിലെ ഫില്ലിങ്ങും കൂട്ടി കഴിക്കാൻ കിട്ടില്ല ടേസ്റ്റാണ്. നമുക്ക് ഇലയിടാന്നോ അല്ലെങ്കിൽ ഇലയുടെ പോളാന്നോ എന്തോ എനിക്കും പേരിട കേട്ടോ. ഇതിന് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റാണ്. അപ്പോൾ ഇത്രയിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല ഭംഗിയില്ല, നല്ല ലെയറായിട്ട് തന്നെ കാണാനിരിക്കുന്നില്ലേ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്